ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഞാൻ. ഇന്ന് മുട്ടച്ചോറിലായിരുന്നു. അപ്പോൾ ഡാഡി ഇതാ തേങ്ങയൊക്കെ ചിരകി തന്ന് ഞാൻ ഇതാ ബാക്കി കാര്യങ്ങളൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചൂടോടെ റോൾ ചെയ്ത് കടിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദേ ഇപ്പുറത്ത് പാച്ചുവിൻ്റെയും തോമുവിൻ്റെയും ടിഫിൻ ബോക്സൊക്കെ ദേ വെച്ചിട്ടുണ്ട്. പാച്ചു ഇതാ ഓരോന്ന് ചോദിച്ച് എൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ സ്നാക്കൊക്കെ റെഡിയാക്കണം. ഡോൺ ചേട്ടൻ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിക്കാമെന്നാണ് അതിൻ്റെ ടേസ്റ്റ്. കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നേക്കാളും ചൂടോടെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അങ്ങനെ പിള്ളേരെയൊക്കെ സെറ്റാക്കി ഞാൻ ഇവരിന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഞാനും പോകുന്നുണ്ട്. തോമും പാച്ചുവും ഞാനും ഡാഡിയും കൂടി ഫസ്റ്റ് സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് പരിപാടികളുണ്ട്. ശരിക്കും ഈ ഒരു ഗ്യാപ്പാണ് ഞങ്ങൾക്ക് ആകെ പിള്ളേരില്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സമയം. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇപ്പം ഇങ്ങനെയാണ്, ഒരാൾ കാണിച്ചത് അടുത്ത ആൾ കാണിക്കും. അങ്ങനെ ഓരോ കോപ്രായങ്ങൾ അവരുടെ വക കണ്ട് അവരുടെ വക വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് സ്കൂളിലേക്ക് എത്താറായി. വേഗം തന്നെ അവരെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ ബാഗും അവരെയും പിടിക്കേണ്ട കാരണം അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേഗം അവരെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ കയറി. ഇനി നമ്മൾ പോകുന്നത് ശോഭ സിറ്റിയിലേക്കാണ് കേട്ടോ. വിചാരിക്കുന്നുണ്ടാവും അന്നത്തെ പോലെ മൂവി ഡേറ്റിനാണെന്ന്. അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ചാക്കോച്ചൻ സഹകരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം വന്നു. അല്ലെങ്കിൽ ഞാനും ഡിവാനും കൂടി ഇന്ന് ഒരു മൂവിയൊക്കെ കണ്ട് ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്ന പോലെ ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എന്തായാലും എനിക്കിന്നിവിടെ ലേസറിന് വരണം. അപ്പോൾ ശോഭ സിറ്റിയിലാണ് ഞാൻ കുറച്ച് നാളുകളായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു മസാജിങ് ചെയറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 20 മിനിറ്റ്സ് നല്ലൊരു ബോഡി മസാജും പാസ്സാക്കി. കാരണം 11 മണിക്കായിരുന്നു എനിക്കിവിടെ അപ്പോയിൻമെൻറ്റ്. ഞാൻ 10:30 ആകുമ്പോഴത്തേക്കും മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. നീൻസ് ഗ്ലോ എന്നാണ് കേട്ടോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു എസ്തെറ്റിക് ക്ലിനിക്കിൻ്റെ പേര്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതെൻ്റെ 3rd സിറ്റിംഗ് ആണ്. എനിക്കിവിടെ ചിന്നിൻ്റെ പോർഷനിൽ കുറച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് നീനയാണ് അവിടുത്തെ എസ്തെറ്റിക് ഫിസിഷ്യൻ. എനിക്ക് നീനേനെ പണ്ടും പേഴ്സണലി അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പരിപാടി തീരും. ഒരു 15 മിനിറ്റിൻ്റെ ഒക്കെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് എങ്ങനെയെങ്കിലും അത് മാറിക്കിട്ടണം എന്നുള്ളതാണ്. ഇത് ഒരു 6-7 സിറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ എനർജി കൂട്ടി പതുക്കെ അങ്ങനെ എനർജി ലെവൽ കൂട്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്തു പോകുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് ചെയ്തു പോകുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അറിഞ്ഞത് അവിടെ 100 ഡേയ്സ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സൊക്കെ ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. ഭയങ്കര റീസണബിൾ റേറ്റിനാണ്. അവിടെ കെമിക്കൽ പീൽസ്, ഒരുപാട് സ്കിൻ ട്രീറ്റ്മെൻറ്റ്, ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതിനൊന്നും സമയമില്ല. പക്ഷേ എൻ്റെ ഈ ഡാർക്ക് നെക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തൽക്കാലം വേഗം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കയറി അത്യാവശ്യം 1-2 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് വേറെ സ്റ്റോപ്പൊന്നും വേണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി ഇറങ്ങി. അപ്പോൾ ഡാഡി ആ സമയത്ത് ഈ ഒരു റിവർ സൈഡിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നേരം പോകാനും സുഖമാണ്. ഇപ്പോൾ കുറേ നൈറ്റ് മാർക്കറ്റൊക്കെ ഉണ്ട് ആ സൈഡിൽ. അവിടേക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ നമ്മുടെ പിള്ളേരെയും കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിസ്മസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞതും കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം വെച്ച് പിടിച്ച് വീട്ടിലേക്ക് വേഗം ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ വന്ന പെട്ടി പൊട്ടിക്കുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. പുതിയ സ്റ്റോക്ക് വന്ന് പൊട്ടിക്കുന്ന ആദ്യമായിട്ട് സാരികളൊക്കെ നമ്മൾ പാക്കിൽ നിന്നൊക്കെ മാറ്റി ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത്തവണത്തെ സാരികൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും നാൾ കൊണ്ടുവന്നതിനേക്കാളും ഒക്കെ ഒരു പടി മേലെ നിൽക്കുന്ന തരത്തിലുള്ള കുറേ സാരികൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സെമി ജോർജ് ബനാറസി
സാരികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു, ജോർജറ്റ് സാരികൾക്ക്. അപ്പോൾ അതിൻ്റെ പല റേഞ്ചിൽ ഉള്ള സാരീസ് അവൈലബിൾ ആണ്. ഏറ്റവും മിനിമൽ റേഞ്ച് തൊട്ട് അതിൻ്റെ പ്രീമിയം റേഞ്ച് വരെയുള്ള സാരീസ് അവൈലബിൾ ആണ്. പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്, സോഫ്റ്റ് സിൽക്ക്. അതുപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ ക്രിസ്മസ് കരോളിന് യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല കിഡിലൻ പേസ്റ്റൽ കളക്ഷൻ സാരീസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടി പൊട്ടിക്കൽ തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോഴത്തേക്ക് പിള്ളേരെ കൊണ്ടുവരേണ്ട സമയമായി. വേഗം ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഫസ്റ്റ് സ്കൂളിലെത്തി. തോമു വന്നു, പാച്ചു വന്നു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങളെ യാത്ര അറിയാമല്ലോ, അവിടുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയപ്പോൾ അപ്പുറത്തെ പറമ്പ് ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ കാത്തു നിൽക്കാൻ ആദ്യം ഗേറ്റ് തുറക്കാൻ ചാക്കോച്ചനാണ് ഓടി വരിക. ഇതാണ് ഇപ്പോഴത്തെ ചേട്ടന്മാരുടെ ഒരു കാര്യം കേട്ടോ. വേഗം അവിടെ എത്തുമ്പോൾ ചാടി ഇറങ്ങി വണ്ടി തള്ളിയിട്ടാണ്, അവർ തള്ളിയിട്ടാണ് കാറ് പാർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവരോരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെ വീട്ടിൽ വന്നതും പിന്നെ അവരുടേതായ കാര്യങ്ങൾ തുടങ്ങി. അവിടെ നിന്ന് ചെയർ എടുത്തുകൊണ്ട് പോയി അവിടെ ക്ലീൻ ചെയ്യുന്നത് കുറേ നേരം നോക്കി നിന്നു. അവിടെ പാമ്പുണ്ട് ചേട്ടാ, പിന്നെ അവരോടുള്ള വർത്താനം അറിയാലോ. ആകെ ജഗ പുകയാണ്, നല്ല വെയിലാണ്. ഇവരോട് അകത്ത് കയറാൻ പറഞ്ഞാൽ കയറുമില്ല. പാച്ചു കണ്ടോ, കാല് പൊള്ളുന്നുണ്ടാവും, നല്ല ചൂടാണ്. എന്നാലും അവിടെ നിന്ന് തിരിയാണ്. അത് കഴിഞ്ഞ് വന്നു. അമ്മാമ്മയുടെ അടുത്തുള്ള പിടുത്തമാണ് പാച്ചുവും ചാക്കോച്ചനും കൂടിയിട്ട്. ഇപ്പോൾ 2 പേരല്ല, ഇപ്പോൾ 3 പേരും കണക്കാണ് കേട്ടോ. ചാക്കോച്ചനാണെങ്കിലും അതെ, നല്ല അമ്മാമ്മേനെ സോപ്പിട്ട് നിൽക്കുകയാണ് അവൻ. അങ്ങനെ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. ചാക്കോച്ചൻ ഓൾറെഡി കഴിച്ചതാണ്, എന്നാലും പാച്ചുവിൻ്റെ പ്ലേറ്റിൽ നിന്ന് വീഴുന്നതൊക്കെ അവൻ്റെ പെറുക്കി പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി പാച്ചുവിനെ ഫ്രഷാക്കി നമ്മൾ ഹാപ്പി ഹിപ്പോയിൽ പോവാണ്. അവൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊരു ക്യാപ്പ് ഇടേണ്ട കാര്യം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പോയപ്പം അവന് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കറക്റ്റ് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുമയൊക്കെ ഒന്ന് സെറ്റിലായി അവൻ ഓക്കെ ആയതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആശാന് കാര്യം പിടികിട്ടി. കാര്യം വേദനിക്കുക ഒന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ. എന്നാലും നോർമൽ ഡെൻ്റൽ ക്ലിനിക്കിൽ പോകുന്ന യാതൊരു സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ഇല്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. അവിടുത്തെ ഡോക്ടറാണെങ്കിലും സ്റ്റാഫാണെങ്കിലും അവിടുത്തെ സെറ്റിങ്സ് ആണെങ്കിലും ഒക്കെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ്. വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് കുട്ടികളെ കംഫർട്ടബിൾ ആക്കിയിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവൻ്റെ ആ ഒരു ക്യാപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റി. ഇനി വേറൊരു ദിവസം കൂടി വരണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ബലൂൺ കൊടുത്തപ്പോൾ പാച്ചുവിന് അത് പോരാ, തോമൂനും ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ട് തോമൂനുമുള്ള ബലൂൺ മൂപ്പര് വാങ്ങിച്ച് കൈപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 പേരും അതെ, തോമൂന് എന്ത് കിട്ടിയാലും പാച്ചുവിനും വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും, പാച്ചുവിന് എന്ത് കിട്ടിയാലും തോമൂന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. ഇപ്പോൾ 2 പേരും അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ് ആശാൻ ഉറങ്ങിപ്പോയി. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഉറക്കാറില്ല. പക്ഷേ ഇന്ന് അവിടെ പോയി കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ക്ഷീണമായിട്ട് അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. ഇനി പിന്നെ വേറെ എങ്ങോട്ടും ഇറങ്ങാനില്ല, നേരെ വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് ഇനി ഒരുപാട് പരിപാടികളുണ്ട്. ഇന്ന് ഞാൻ പുറത്തേക്ക് വന്ന കാരണം എൻ്റേതായ പാക്കിങ് കുറേ കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിനി വേഗം ചെയ്ത് തീർക്കണം. അപ്പോഴത്തേക്കും കുറേ ഓർഡേഴ്സൊക്കെ വന്നത് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പേളിൻ്റെ, പിന്നെ ഒരു അടിപൊളി ജിമിക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി പോയിട്ടോ. നഗാസിൻ്റെ നല്ല ലക്ഷ്മിയുടെ ഹെവി ആയിട്ടുള്ളൊരു ജിമിക്കിയാണ്. പിന്നെ നവരത്നത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. സിംഗിൾ ലെയർ തൊട്ട് 5 ലെയർ വരെയുള്ള നവരത്നം നെക്ലസ്, അതുപോലെ പല പാറ്റേൺസിൽ നമുക്ക് അവൈലബിൾ ആണ്. നവരത്നം ലോക്കറ്റ്സ്, പെൻഡൻസ്, അങ്ങനെ ഇഷ്ടം പോലെ. ഇത് ക്രിസ്മസ് ആകുമ്പം നമുക്ക് ഒരുപാട് ഡിമാൻഡിൽ വരുന്ന ഐറ്റമാണ് കൊന്ത. ഒരുപാട് പേര് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഒക്കെ ചൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 20 കൊന്തയോളം അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളിതാ അങ്ങനെ വെച്ച് ഇതൊക്കെ ഇനി അഡ്രസ്സ് ചെയ്ത് ഓരോരുത്തരുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കണം. ഇപ്പം ഞാനും ഡിവൈനും ആണ് ഈ ഒരു ഏരിയ ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മിക്ക് ഫ്രീ ആയി. മമ്മി ഇപ്പോൾ കിച്ചണിലെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, അതൊക്കെയാണ് മൂപ്പർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ്, ബീഫ് കട്ട്ലറ്റ്. ഇനി 1-ാം തീയതി തൊട്ട് നോയമ്പല്ലേ, അപ്പോൾ അതിന് മുമ്പ് ഫ്രിഡ്ജ് ഫുള്ള് കാലിയാക്കണം. പിന്നെ നോയമ്പിന് മുമ്പ് നമുക്കൊരു നോയമ്പ് പിടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങൾ, ക്രേവിങ്സ് ഒക്കെ തീർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മമ്മിയുടെ ഹോം മെയ്ഡ് കട്ട്ലറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയുടെ വാലായിട്ട് ഫുൾ ടൈം ചാക്കോച്ചനും ഉണ്ടാവും കേട്ടോ.
അപ്പോൾ മമ്മി ഇതേ ഉപ്പിടുന്ന സമയത്ത് അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വളരെ തുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ആ കണ്ടത്. ഇനി വേഗം വേഗം പരിപാടികൾ തീർക്കണം, കാരണം പിള്ളേരതേ തൽക്കാലം ടി വി വെച്ച് അവിടെ സെറ്റിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബോറടിക്കുന്നതിന് മുൻപ് നമ്മുടെ എല്ലാ ജോലികളും, അതായത് പാക്കിങ്, ഓർഡർ എടുക്കൽ, എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യണം. അപ്പോൾ ദേ കുറേ സ്പ്ലിറ്റ് ബാംഗിൾസിൻ്റെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ദേ ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ദേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ റൂബിയുടെ സെറ്റ്, ഇതൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എടുക്കാവുന്ന ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട്. സ്റ്റഡ്സ് ആണെങ്കിലും സെയിം, ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ല ഒരു ക്ലിപ്പ് ബാംഗിൾ, അതിൻ്റെ പെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ നെക്ലസ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ളൊരു സംഭവമാണ് ഈ സൂഫിയുടെ നെക്ലസ്, പെൻഡൻറ്റ്, കമ്മൽ, അതിൻ്റെ തന്നെ സ്പ്ലിറ്റ് ബാംഗിൾസ്. അതൊരു സെറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു കുഞ്ഞു മാല ഉണ്ടെങ്കിൽ പല പല ലോക്കറ്റ്സ്, പല കളറിലുള്ള ലോക്കറ്റ്, അതിൻ്റെ തന്നെ സെറ്റ് കമ്പിളും ബാംഗിളും ആകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ മാറ്റി മാറ്റി ഇടാമല്ലോ. പിന്നെ ഇതാ വേറൊരാൾ വന്നത് ഫുൾ അവർക്ക് പലതരം ഈ മറ്റേ പതക്കം ഉണ്ടല്ലോ, പതക്കം ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് സൈസ് പതക്കം വേണമെങ്കിലും എക്സ്ട്രാ ലാർജ് തൊട്ട് സ്മോൾ സൈസ് വരെയുള്ള പതക്കംസ് അവൈലബിൾ ആണ്. പിന്നെ ഇതാ ഇങ്ങനത്തെ ട്രഡീഷണൽ നവരത്നം അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് കൂടുതലും ഈ സ്പ്ലിറ്റ് ബാംഗിൾസും ഈ പെൻഡൻറ്റുകളൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ എൻക്വയറി കൂടുതൽ വന്നത്. കാരണം ഇന്ന് ഞാനും ഡിവൈനും എനിക്ക് തോന്നുന്നു പെൻഡൻസ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് കാണുന്നതനുസരിച്ചാണ് കൂടുതൽ നമുക്ക് എൻക്വയറി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറ്റി 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 സ്റ്റാറ്റസ് ഇടുന്നതനുസരിച്ച് ഇങ്ങനെ എൻക്വയറീസ് വരും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സ്റ്റാറ്റസൊക്കെ കാണണമെങ്കിൽ താഴെയുള്ള നമ്പറിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡിവൈനും ഇതാ കണ്ടോ, ഇത് പെൻഡൻറ്റ് തന്നെയാണ് ഇന്ന് ഫോട്ടോ എടുക്കുന്നത്. കാര്യം നമുക്ക് ഭയങ്കര ഇരട്ടി പണിയാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഫോട്ടോ എടുക്കുക, ഓരോന്നും ഇരുന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയാണ്. പക്ഷേ ഇതിനോടൊരു ക്രേസ് കയറിയാൽ പിന്നെ നമുക്കത് ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മമ്മി തകൃതിയിൽ കുക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയിലിടയിൽ ഞങ്ങൾക്ക് ഇതേ കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ വരുന്നുണ്ട്. ഡാഡി ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഹെൽപ്പിന് കൂടെ ഉണ്ട് കേട്ടോ. ഡാഡിയാണ് ശരിക്കും ഇതിൻ്റെ ആശാൻ. ഞങ്ങളൊക്കെ ശിഷ്യരായിട്ട് ഓരോന്നോരോന്ന് സൈഡിൽ കൂടെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാ മംഗല്യസൂത്രയുടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതാ ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻസാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ തോമും പാച്ചും കൂടി ഒപ്പിച്ചു. അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നപരിഹാരത്തിനായിട്ട് മമ്മി വന്നതാണ്. രാത്രിയിലേക്ക് ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഡൈനിങ് ടേബിൾ ഒരു ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ കഴിച്ച് എണീറ്റു. അപ്പോഴത്തേക്കും വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ ആകെ ധൃതിയായിപ്പോയി. ഇനി പാച്ചുവിനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എനിക്കും ഒന്ന് കുളിക്കണം. പാച്ചു നല്ല ഉറക്കമായി, തോമും ചാക്കോച്ചനും മുകളിൽ ഉറക്കമായി. അതുകൊണ്ട് തന്നെ വീട് കുറച്ചൊരു ശാന്തതയായിട്ടോ. ഞങ്ങളൊക്കെ കിടന്നിട്ടാണ് മമ്മി ഇരിക്കുക. മമ്മി ഇത് അവിടെ ബുക്കും പേനയും ഫോണും ഒക്കെ പിടിച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടും, പിന്നെ ഫൈനൽ കുറച്ച് മൂപ്പരുടേതായ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഡാഡി ഇതാ ഉറങ്ങി. ഞാനിതാ റൂമിൽ കയറി ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കണ്ണ് പൊളിച്ചിട്ട് പോയി. അതാണ് കേട്ടോ അങ്ങനെ കണ്ണിരിക്കണേ. പിന്നെ ഇതേ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അതുകൊണ്ടാണ് മുഖം ഓയിലി ആയിട്ടിരിക്കുന്നത്. എന്താവുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങൾ നേരത്തെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഡിവൈൻ മുകളിൽ കയറി പിള്ളേരൊക്കെ ഒന്ന് സെറ്റിലാക്കി ഉറക്കിയതിന് ശേഷം ഡിവൈൻ താഴത്തേക്ക് ഇറങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ പിരിയാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇതുവരെ ചാക്കോച്ചനും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡിവൈനിന് ഇങ്ങോട്ട് താഴത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് കയറി. മമ്മി എനിക്ക് തോന്നുന്നു വലിയ വൈകാണ്ട് പോയി കിടന്ന് ഉറങ്ങും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ 1 മണി വരെ 1-1:30 വരെയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. കാരണം നമുക്കൊന്ന് വീടൊന്ന് സൈലൻ്റ് ആവാം ഈ സമയത്തല്ലേ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ശരിക്കും ഒരു ബിസി ഡേ ആയിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം തിരക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അത്രയും നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിനാണെങ്കിലും സാരീസിൻ്റെ ആണെങ്കിലും നമ്മളെല്ലാതും നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും കളക്ഷൻസൊക്കെ കുറച്ചും കൂടി ഒന്ന് വൈഡാക്കി. ഇപ്പോൾ സാരി ആദ്യമൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ശരിക്കും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം കളക്ഷൻസ്, മാക്സിമം വെറൈറ്റീസ്, അതും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് റേറ്റ് ഉള്ളത് എല്ലാവരും ഓൺലൈൻ പ്രിഫർ ചെയ്യണമെന്നില്ല. മാത്രമല്ല ഒത്തിരി വലിയ വലിയ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതിനോടൊന്നും നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ
പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സാരീസ് അതിൽ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് അതിപ്പോൾ വന്നിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കുറച്ചൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. പേസ്റ്റൽസ്, പിന്നെ ആ ഒരു ബ്രൊക്കേഡ് ടിഷ്യൂ ടൈപ്പ് സാരീസൊക്കെ വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഇതെല്ലാം ബില്ലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിൽ ഓർഡർ ചെയ്താൽ മതി. ഒക്കെ വളരെ വളരെ ലിമിറ്റഡ് പീസസേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു പാറ്റേൺ 3-4 എണ്ണം വെച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സെറ്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബിഗിനിങ്ങിൽ ഒരു 10-12 വെറൈറ്റി സാരീസ്. അപ്പം നമുക്കൊരു ഓർഡർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ദോഹയിലേക്ക്. കരോളിന് വേണ്ടിയിട്ട് കരോൾ പാട്ട് പാടുന്ന ഒരു 12 പേർക്ക് ഒരേപോലത്തെ സാരി. അത് നമ്മൾ പേസ്റ്റൽ കളറിൽ അവർ 1-2 കളർ ഷെയ്ഡ്സ് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പേസ്റ്റൽസിൽ ഒരു കളർ അവർ ചൂസ് ചെയ്ത് 12 സാരി ഒരുപോലെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂണിഫോമായിട്ട് നിങ്ങൾക്ക് സാരീസ് കൂടുതൽ പീസസ് വേണമെങ്കിൽ അതും നമുക്കിപ്പോൾ ബഡ്ജറ്റ് റേറ്റിൽ നമ്മളിപ്പോൾ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ സാമ്പിൾസാണ് തുടക്കത്തിലിട്ട ഒരു കുറച്ചധികം സാരീസ് ഉണ്ടല്ലോ പേസ്റ്റൽസിന്. നിങ്ങൾക്ക് ഇനി നോക്കിയാൽ മനസ്സിലാവും. വളരെ ബഡ്ജറ്റഡ് പ്രൈസിലാണ് അതും വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ മതി. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഓർണമെൻറ്റ്സിൻ്റെ സാരിയുടെയും എൻക്വയറീസ് ആ നമ്പറിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. പാചുതേ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഞാനും വേഗം കിടന്ന് ഉറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.